ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ചു കയറ്റിയ സംഭവം, പരുക്കേറ്റവരിൽ 7 ഇന്ത്യക്കാരും. ബെർലിൻ, ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ചു കയറ്റിയുണ്ടായ അപകടത്തിൽ പരുക്കേറ്റവരിൽ 7 ഇന്ത്യക്കാരും. പരുക്കേറ്റവർക്ക് ബെർലിനിലെ മാഗ്ഡബർഗിലുള്ള ഇന്ത്യൻ എംബസി എല്ലാ സഹായവും ചെയ്തുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പരുക്കേറ്റ 7 ഇന്ത്യക്കാരിൽ 3 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ആകെ പരുക്കേറ്റ 200ഓളം പേരിൽ 41 പേരുടെ നില ഗുരുതരമാണ്. ബെർലിനിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള മാഗ്ഡബർഗിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 7 മണിയോടെ നടന്ന സംഭവത്തിൽ 9 വയസ്സുകാരൻ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. 2 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ആൾത്തിരക്കുള്ള മാർക്കറ്റിലൂടെ 400 മീറ്ററോളം പ്രതി കാറോടിച്ച് കയറ്റുകയായിരുന്നു. അപകട സമയത്ത് ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ ഡോക്ടറാണെന്നും 2006 മുതൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാണെന്നും അധികൃതർ അറിയിച്ചു. ഇയാളുടെ പേര് പോലീസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും താലിബ് എന്നാണ് പേരെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ മറ്റ് പ്രതികളില്ലെന്നാണ് സൂചന. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ആഭ്യന്തരമന്ത്രി നാൻസി ഫെസറും ശനിയാഴ്ച മാഗ്ഡബർഗ് സന്ദർശിച്ചു. പഞ്ചാബിൽ 6 നില കെട്ടിടം തകർന്നു വീണു. 1 മരണം, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ചണ്ഡിഗഡ്, പഞ്ചാബിലെ മൊഹാലിയിലെ സൊഹാനയിൽ 6 നില കെട്ടിടം തകർന്നു, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരാൾ മരിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് കെട്ടിടം തകർന്നു വീണത്. അവശിഷ്ടങ്ങൾക്കുള്ളിൽ എത്ര പേർ കുടുങ്ങിയെന്നതു സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് മൊഹാലി SSP ദീപക് പരീഖ അറിയിച്ചു. NDRF സംഘം രക്ഷാപ്രവർത്തനത്തിനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ദുഃഖകരമായ സംഭവമാണ് നടന്നതെന്നും ആരുടെയും ജീവൻ നഷ്ടപ്പെടരുതെന്നാണ് പ്രാർത്ഥനയെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എക്സിൽ കുറിച്ചു. ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തുണ്ട്. അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിടം തകർന്നു വീഴുമ്പോൾ ഉഗ്രശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. തകർന്ന കെട്ടിടത്തിന്റെ 3 നിലകളിലും ജിം പ്രവർത്തിച്ചിരുന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞിന്റെ മുകളിലേക്ക് കാർ മറിഞ്ഞു. 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരം, നെടുമങ്ങാട് പുതുകുളങ്ങരയിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞ് 2.5 വയസ്സുകാരൻ മരിച്ചു. പറണ്ടോട് സ്വദേശികളായ വിഷ്ണുവിന്റെയും കരിസ്മയുടെ മകൻ ഋതിക്കാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. പരുക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് പിൻവശത്തെ സീറ്റിലായിരുന്ന കുഞ്ഞ് തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. കുട്ടിയുടെ മുകളിലേക്ക് കാർ മറിയുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഋതിക്ക് മരിച്ചു. 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഋതിക്കിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന് സമീപം വസ്ത്രങ്ങൾ, ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത് വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇടുക്കിയിലെ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. അരുവിക്കുത്ത് മുട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2 വിദ്യാർത്ഥികളെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളേജിലെ 3-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകരോട്ടെ ഡോണൽ ഷാജി, 22, സൈബർ സെക്യൂരിറ്റി 1-ാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സ റെജി, 18 എന്നിവരെയാണ് വൈകിട്ട് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്താണ് വെള്ളച്ചാട്ടം. ഡോണൽ ഷാജിയെ വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്ന് വൈകിട്ട് 6:30 നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കയത്തിൽ നിന്നും 50 മീറ്റർ താഴെ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. ഈ തിരച്ചിലിലാണ് അക്സയെ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു. രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. അതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ കണ്ടെത്തി. ഇതോടെയാണ് അപകട വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന. വീട്ടിലേക്ക് പോവുകയാണെന്നറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ പോയത്. ഇരുവരുടെയും മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുത്തൊഴുക്കുള്ളതും നിരവധി കയങ്ങളുമുള്ള പ്രദേശമാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. സൊസൈറ്റിയുടെ കെണിയിൽപ്പെട്ടു, ഇനി രക്ഷയില്ലെന്ന് സാബു പറഞ്ഞു. ഭാര്യ മേരിക്കുട്ടി. കട്ടപ്പന, റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ വല്ലാതെ ദ്രോഹിച്ചെന്ന് മരിച്ച സാബു തോമസിന്റെ ഭാര്യ മേരിക്കുട്ടി. കെണിയിൽ പെട്ടുപോയി, ഇനി രക്ഷപ്പെടാൻ പാടാണെന്ന് അവസാന ദിവസം സാബു എന്നോട് പറഞ്ഞു. എന്തു ചെയ്യുമെന്ന് അറിയില്ലെന്നും പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് സാബുവിന്റെ മരണം സംഭവിച്ചത്. നീതി കിട്ടുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകും. ഞങ്ങളെ വേദനിപ്പിച്ചതിന് കണക്കില്ല, മേരിക്കുട്ടി പറഞ്ഞു. മേരിക്കുട്ടി പറഞ്ഞത് 2006-ൽ സാബു ഓസ്ട്രേലിയയിലേക്ക് പോയി. 2007 മുതൽ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചു. സ്ഥലം വാങ്ങൽ സംബന്ധിച്ച് പണം തിരിച്ചെടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. 10 ലക്ഷം രൂപ പിൻവലിക്കാൻ ചെന്നപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളുടെ കടയിലേക്ക് വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ പണം കിട്ടില്ലെന്ന് അറിയിച്ചു. പലതവണ കയറിയിറങ്ങിയിട്ടാണ് കുറച്ച് പണം തിരിച്ചു കിട്ടിയത്. സൊസൈറ്റിയിൽ നിന്ന് പലതവണ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. പിന്നീട് സൊസൈറ്റിയിൽ ഞാനാണ് പോയിരുന്നത്. സാബു അവിടേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. കാര്യങ്ങൾ പറയാനുള്ള ശക്തി സാബുവിനില്ലായിരുന്നു.
മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനത്തിനുമെല്ലാം പണം വേണം. ഒരു വർഷത്തിനകം നിക്ഷേപത്തുക മുഴുവൻ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാസം 5 ലക്ഷം രൂപ വീതം തരാമെന്ന് അറിയിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 3 ലക്ഷം വീതമേ തരൂവെന്നായി. പിന്നീട് അതിനും പണമില്ലെന്ന് പറഞ്ഞു. പലതവണ ഞങ്ങളെ സൊസൈറ്റിയിലേക്ക് വിളിപ്പിച്ചു. സെക്രട്ടറി അടക്കമുള്ളവർ മോശമായാണ് പെരുമാറിയിരുന്നത്. അമ്മയ്ക്ക് കാൻസർ ആയിട്ടാണോ പണം ചോദിക്കാൻ വന്നിരിക്കുന്നതെന്നുവരെ ചോദിച്ചു. 1 ലക്ഷം രൂപയും പലിശയും ചേർത്ത് ഓരോ മാസവും തരാമെന്ന് ബോർഡ് മീറ്റിംഗിന് ശേഷം പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചു. പൈസ ഒരിക്കലും യഥാസമയം തന്നിരുന്നില്ല. എനിക്ക് യൂട്രസിന് പ്രശ്നം തുടങ്ങിയിട്ട് 10 വർഷമായെങ്കിലും പല കാരണങ്ങളാൽ ഓപ്പറേഷൻ നടത്താതെ മുന്നോട്ടു പോകുകയായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നപ്പോഴാണ് സൊസൈറ്റിയെ സമീപിച്ച് പണം ആവശ്യപ്പെട്ടത്. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം സാബുവും പിന്നീട് മകനും സൊസൈറ്റിയിൽ ചെന്നു. 40,000 രൂപയാണ് തന്നത്. ആശുപത്രിയിൽ കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ സാബു വീണ്ടും ചെന്നപ്പോൾ പൈസ വാങ്ങിക്കൊണ്ടു പോകുന്നത് കാണണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. സാബു ജീവനക്കാരെ മർദ്ദിച്ചെന്ന് കള്ളം പ്രചരിപ്പിച്ചു. സാബുവിന് അത് സഹിക്കാൻ പറ്റിയില്ല. പ്രത്യേക ശ്രദ്ധയ്ക്കും പരിഗണനയ്ക്കും കോടഞ്ചേരി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള ESA അന്തിമ വിജ്ഞാപനത്തിനു മുന്നോടിയായി 6ാമത്തെ കരട് വിജ്ഞാപനം 2024 ജൂലൈ 31 പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഈ വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ കോടതി വിധിയെ തുടർന്ന് അടുത്ത നാളുകളിലാണ് പുറത്തുവന്നത്. എന്നാൽ പാർലമെന്റിലെ മാരുടെ 2024 നവംബർ 25 ചോദ്യത്തിനുള്ള മന്ത്രിയുടെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നതുപോലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം 98 വില്ലേജുകളിലെ 8590.69 ചതുര കിലോമീറ്റർ വനഭൂമി കേരള സർക്കാർ ESA പ്രഖ്യാപനത്തിനായി 2.11.24 പുതുക്കി നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഈ റിപ്പോർട്ട് ആകട്ടെ ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. കേരളത്തിലെ ESAയുടെ കാര്യത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ശുപാർശയല്ല മറിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടാണ് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് 6ാമത്തെ കരട് വിജ്ഞാപനത്തിലും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ ജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ആശങ്കകൾ കൂടി പരിഹരിച്ച് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമസഭകളിൽ അടക്കം ചർച്ച ചെയ്ത് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു പകരം ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കാതിരിക്കുന്നതും സംഭവത്തിന്റെ ദുരൂഹതയും ഗൗരവവും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ മുൻപ് 9 വില്ലേജുകൾ ഉൾപ്പെട്ടിരുന്നത് ഇപ്പോൾ 10 വില്ലേജുകളായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ ആകെ ഫോറസ്റ്റ് വിസ്തൃതിയായ 9,107 ചതുരശ്ര കിലോമീറ്റർ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ 123 വില്ലേജുകളിലെ വിസ്തൃതിയായി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ 33 വില്ലേജുകൾ ഒഴിവാക്കിയപ്പോഴും 98 വില്ലേജുകളിലെ ESA വന വിസ്തൃതി ആനുപാതികമായി കുറയാതെ 8,590.69 ചതുരശ്ര കിലോമീറ്ററായി പുതുക്കി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഈ റിപ്പോർട്ടിലെ കണക്ക് അംഗീകരിച്ച് അന്തിമ വിജ്ഞാപനമിറക്കിയാൽ 98 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന നൂറുകണക്കിന് ചതുരശ്ര കിലോമീറ്റർ മതിയായ രേഖകളുള്ള കൃഷിഭൂമിയും ജനവാസ കേന്ദ്രങ്ങളും റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായി മാറും. എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ (ESA)യുടെ അടിസ്ഥാന യൂണിറ്റ് എന്നത് വില്ലേജുകളാണ് എന്ന കേന്ദ്ര മാനദണ്ഡത്തിലും സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയതായി കാണാൻ കഴിയുന്നില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി, കട്ടിപ്പാറ എന്നീ പഞ്ചായത്തുകളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പൊതുജനങ്ങളെയും കർഷക സംഘടനകളെയും മറ്റു സംഘടനകളെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിയന്തര കൺവെൻഷൻ കോടഞ്ചേരി സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ വെച്ച് ഡിസംബർ 23 തിങ്കളാഴ്ച രാവിലെ പകൽ 11 മണി കഴിഞ്ഞ് 30 മണിക്ക് നടത്തപ്പെടുന്നതാണ്. കൺവെൻഷൻ കേന്ദ്രവനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗം ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കോർഡിനേറ്ററും രൂപത ചാൻസലറുമായ ഫാദർ സുബിൻ കവളകാട്ട് അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ വിവിധ പഞ്ചായത്തുകൾക്കും സംഘടന പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ടാവുന്നതാണെന്നും സംഘാടക സമിതി അംഗങ്ങളായ ചാക്കോ കാളമ്പറമ്പിൽ, ജനറൽ കൺവീനർ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ബോസ് ജേക്കബ്, ഷിനോയി അടയ്ക്കാപ്പാറ, KM പൗലോസ് കളപ്പാട്ട് എന്നിവർ അറിയിച്ചു. ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ ഭിന്നശേഷിക്കാർക്കായുള്ള കലോത്സവം വർണ്ണോത്സവം 2024 സംഘടിപ്പിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം വിവിധ വാർഡുകളിൽ നിന്നും ഭിന്നശേഷിക്കാരായ 200 ആളുകൾ പങ്കെടുത്ത വർണ്ണോത്സവം 2024 ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക മംഗലത്ത് മുഖ്യാതിഥിയായി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റോയി കുന്നപ്പള്ളി, ബുഷറ ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ജമില അസീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിസി ചാക്കോ, റിയാന സുബൈർ, ചിന്ന അശോകൻ, വാസുദേവൻ ഞാറ്റുകാലായിൽ, ചിന്നമ്മ മാത്യു,
ബിന്ദു ജോർജ്, അസിസ്റ്റന്റ് സെക്രട്ടറി അനിതകുമാരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തമ്പി ഐസിഡിഎസ്, സൂപ്പർവൈസേഴ്സ് സബന, CWF ഡോണ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭിന്നശേഷിക്കാരായി കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും തുടർന്ന് ഭിന്നശേഷിക്കാർക്ക് ആസ്വദിക്കാനായി കാലിക്കറ്റ് മെഗാ ഷോ അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡ് കലാപരിപാടി അവതരിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടെ കലോത്സവ പരിപാടികൾ സമാപിച്ചു. തിരുവമ്പാടിയിൽ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും രോഗി പരിചാരകർക്കും ത്രിദിന പരിശീലനം നടത്തി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും രോഗീപരിചാരകർക്കുമുള്ള ത്രിദിന പരിശീലനം നടത്തി. 20 ഡിസംബർ 19, 21 തീയതികളിൽ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV പ്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ M. സുനീർ, നഴ്സിംഗ് ഓഫീസർ EG ശ്രീജ, കമ്മ്യൂണിറ്റി നേഴ്സ് TA ലിസി എന്നിവർ വിവിധ വിഷയങ്ങളിൽ വളണ്ടിയർമാർക്ക് ക്ലാസുകളെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രംല ചോലത്തിൽ, വാർഡ് അംഗം KA മുഹമ്മദ് അലി, PHN ഷില്ലി NV, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ D ഷാജു, മുഹമ്മദ് മുസ്തഫ ഖാൻ എന്നിവർ സംസാരിച്ചു. ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. കോടഞ്ചേരി മഞ്ഞുവയൽ വിമല UP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് JRC കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ ഷൈജു ഏലിയാസ്, സ്കൗട്ട് മാസ്റ്റർ വിജയൻ മാഷ്, JRC കൗൺസിലർ AB ദേവസ്യ എന്നിവർ സഹവാസ ക്യാമ്പിൽ കുട്ടികൾക്കായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പ് ഫയറും ട്രെക്കിങ്ങും കുട്ടികൾക്ക് നവ്യാനുഭവം പ്രദാനം ചെയ്തു. സമാപന സമ്മേളനം PTA വൈസ് പ്രസിഡന്റ് ജിനേഷ് കുര്യൻ അധ്യക്ഷനായ ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിമല UP സ്കൂളിന്റെ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ വിവിധ കർമ്മ പദ്ധതികൾക്കുള്ള പ്രോത്സാഹനവും പിന്തുണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ്, വാർഡ് മെമ്പർ റോസമ്മ കയത്തുമ്പിൽ എന്നിവർ സമാപന സമ്മേളനത്തിന് ആശംസകളറിയിച്ച് സംസാരിച്ചു. സ്കൂളിലെ സ്കൗട്ട് മാസ്റ്റർമാരായ ഷബീർ KP, ഡയസ് ജോസഫ്, ഗൈഡ്സ് ക്യാപ്റ്റൻ അനുപമ ജോസഫ്, JR കൗൺസിലർ C ജീന തോമസ്, PTA വൈസ് പ്രസിഡന്റ് ജിനേഷ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. NSS സപ്തദിന സഹവാസ ക്യാമ്പ് ജ്വാല 2024 തുടക്കമായി. കോടഞ്ചേരി വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ജ്വാല 2024 തിരശ്ശീല ഉയർന്നു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ഷാജി മുട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ഷിജി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. മുറമ്പാത്തി ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ P, കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി ജോസഫ്, PTA പ്രസിഡന്റ് അൻവർ പാണക്കോട്ടിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി കുടിപ്പാറ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സുധീർ മുറമ്പാത്തി, മാനേജ്മെന്റ് പ്രതിനിധി സിസ്റ്റർ സുധർമ്മ SIC, വായനശാല പ്രസിഡന്റ് സിദ്ദിഖ് കാഞ്ഞിരാടൻ, കർമ്മസേന ആർട്സ് ആൻഡ് ചാരിറ്റബിൾ ക്ലബ്ബ് പ്രസിഡന്റ് പ്രകാശ് PM എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിബിൻ സെബാസ്റ്റ്യൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും NSS പ്രോഗ്രാം ഓഫീസർ സ്മിത K ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് സുഹൃത കേരളം, കൂട്ടുകൂടി നാടുകാർക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി, തദ്ദേശീയം, സൈക്ലിംഗ്, സത്യമേവ ജയതേ, നാടക കളരി, പ്രസംഗ പരിശീലനം, ജാഗ്രതാ ജ്യോതി, സുസ്ഥിര ജീവിതശൈലി, പുസ്തക പയറ്റ്, ലീഡർഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ, പച്ചക്കറി, പൂന്തോട്ട നിർമ്മാണം, വിദ്യാലയം മോടി പിടിപ്പിക്കൽ, ഐസ് ബ്രേക്കിംഗ് തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് 7 ദിനങ്ങളിലായി വോളണ്ടിയേഴ്സ് ഒരു ടീം സ്പിരിറ്റോടെ മുന്നേറാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ വിജയത്തിനായി പഞ്ചായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മുറമ്പാത്തിയിലെ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും മികച്ച സഹകരണവും സാന്നിധ്യവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. NSS വളണ്ടിയർ ലീഡേഴ്സായ ഗ്രാഫിൻ മരിയ ബിനോയ്, കെവിൻ റോയ്, സീനിയർ NSS വളണ്ടിയേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ സപ്തദിന ക്യാമ്പിന് നേതൃത്വം നൽകിവരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.